ഒരു കൊടുങ്കാടിനുള്ളിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു. ഒരു രാജാവ് ഈ സന്യാസിയെ കാണാൻ ആ കാട്ടിലേക്ക് പുറപ്പെട്ടു. രാജാവ് സന്യാസിയെ കാണുകയും തന്റെ ആവശ്യം സന്യാസിയെ അറിയിക്കുകയും ചെയ്തു. അതിങ്ങനെയായിരുന്നു: തന്റെ കൊട്ടാരത്തിൽ അതിമനോഹരമായ ഒരു ഉദ്യാനം നിർമ്മിക്കണം എന്നുള്ളതാണത്. മറ്റെവിടെയും കാണാത്ത രീതിയിൽ അതിവിശിഷ്ടമായ ഒരു തോട്ടം ഉണ്ടാക്കുക. പൂക്കളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും സസ്യലതാദികളെക്കുറിച്ചുമൊക്കെ അഗാധമായ പാണ്ഡിത്യവും അറിവുമൊക്കെയുള്ള ആളാണ് സന്യാസി എന്ന് രാജാവിനറിയാം. അതുകൊണ്ട് തന്നെ സന്യാസി തന്റെ കൊട്ടാരത്തിലേക്ക് വരികയും ഈ ഉദ്യാന നിർമ്മാണത്തിൽ പങ്കാളിയാവുകയും ചെയ്യുകയാണെങ്കിൽ അത് രാജാവിന്റെ തോട്ടത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് രാജാവിന് തീർച്ചയുണ്ട്. അതുകൊണ്ട് സന്യാസിയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാനായാണ് രാജാവ് വന്നത്. രാജാവ് സന്യാസിയോട് പറഞ്ഞു, എന്റെ ഈ ഉദ്യാനം അങ്ങയുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഇത്രയേറെ പാണ്ഡിത്യമുള്ള ഒരാൾ എൻ്റെ ഉദ്യാനത്തിന്റെ നിർമ്മാണത്തിലേക്ക് വരികയാണെങ്കിൽ അതെന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സന്യാസി, അങ്ങ് എന്റെ കൂടെ വരാമോ? സന്യാസി രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഈ തോട്ടത്തിൽ നിന്ന് ഇപ്പോൾ വരാൻ കഴിയുകയില്ല. രാജാവിന് ചെറിയൊരു നിരാശ തോന്നി. രാജാവ് ഒരിക്കൽ കൂടി സന്യാസിയോട് അപേക്ഷിച്ചു തന്റെ കൂടെ വരാമോ എന്ന്. അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ ഇപ്പോൾ എന്തായാലും അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഒരു 3 വർഷത്തിന് ശേഷം ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വരാം. ഇപ്പോൾ ഉദ്യാനം എങ്ങനെ നിർമ്മിക്കണം എന്നതിനെ കുറിച്ചും അതെങ്ങനെ പരിപാലിക്കണം എന്നതിനെ കുറിച്ചും രാജാവ് എത്ര നേരം അവിടെ ചിലവഴിക്കണം എന്നതിനെ കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ സന്യാസി കുറച്ച് മുളം കമ്പുകളൊക്കെ വെച്ച് എങ്ങനെ ഉദ്യാനം ക്രമീകരിക്കണം എന്ന് കാണിച്ചു കൊടുത്തു. രാജാവ് എത്ര നേരം അവിടെ ചെന്നിരിക്കണം എന്നതിനെ കുറിച്ചും ഒക്കെ സന്യാസി പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാജാവ് തിരിച്ചുപോയി. സന്യാസി പറഞ്ഞതനുസരിച്ച് രാജാവ് വളരെ കൃത്യമായ രീതിയിൽ ആ ഉദ്യാനം നിർമ്മിച്ചു. ലോകത്തുള്ള ആ ഉദ്യാനം കണ്ട എല്ലാ മനുഷ്യരും പറഞ്ഞു, വളരെ മനോഹരമായിരിക്കുന്നു. ഇത്രയും മികച്ച ഒരു ഉദ്യാനം, ഇത്രയും മികച്ച ഫലവൃക്ഷങ്ങളും പൂക്കളും പക്ഷികളും ഒക്കെയുള്ള ഒരു ഉദ്യാനം ഈ അടുത്ത് എങ്ങും കണ്ടിട്ടില്ല. ലോകത്തൊരു പക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഉദ്യാനം ഉണ്ടാവുക. രാജാവിന് വളരെ സന്തോഷമായി. മികച്ച രീതിയിൽ വളരെ മനോഹരമായ ഫലങ്ങളും പക്ഷികളും പൂക്കളും കായ്കനികളും ഒക്കെയുള്ള തന്റെ ഉദ്യാനം രാജാവ് ഇടയ്ക്കിടയ്ക്ക് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. 2000 years later. ദശാബ്ദങ്ങൾക്ക് ശേഷം സന്യാസി ആദ്യമായി ആ കാടിന് വെളിയിലേക്ക് ഇറങ്ങി. രാജാവിന്റെ കൊട്ടാരത്തിലെ അതിമനോഹരമായ ഈ തോട്ടം കാണാൻ. അന്ന് ആ രാജ്യത്തെങ്ങും ആർപ്പുവിളികളും ആഘോഷവുമായിരുന്നു. സന്യാസി കാൽനടയായാണ് രാജ്യത്തിലേക്ക് കടന്നു വന്നത്. സന്യാസിയെ ആദരവോടും ബഹുമാനത്തോടും ഒക്കെ കൂടെ ആർപ്പുവിളികളോടെ ആ രാജ്യം എതിരേറ്റു. സന്യാസി രാജാവിന്റെ ഉദ്യാനം കാണാനായി വന്നു. വളരെ മനോഹരമായ ഉദ്യാനം. സന്യാസി എന്തു പറഞ്ഞു കൊടുത്തോ അത് അതേപോലെ ചെയ്തു വെച്ചിരിക്കുന്നു. ഓരോ ചെടികളും പറഞ്ഞതുപോലെ നട്ടിരിക്കുന്നു. ഓരോ ചെടികളെയും എങ്ങനെ പരിപാലിക്കണമെന്ന് സന്യാസി പറഞ്ഞോ അതേപോലെ പരിപാലിച്ചിരിക്കുന്നു. ആ ഭിഷഗുരു ചുറ്റും നോക്കി. പക്ഷികളും പൂക്കളും ഒക്കെയുണ്ട്. നന്നായി പരിപാലിച്ചിരിക്കുന്നു. രാജകൊട്ടാരത്തിന് എടുപ്പ് കൂട്ടുന്ന വിധത്തിൽ വളരെ ഭംഗിയായി ആ ഉദ്യാനം ക്രമീകരിച്ചിരിക്കുന്നു. മനം നിറഞ്ഞ് സന്തോഷത്തോടെ സന്യാസി പുറത്തേക്ക് ഇറങ്ങി. ഉദ്യാനത്തിന് പുറത്ത് കൊട്ടാരത്തിന്റെ അരികിലൂടെയൊക്കെ സന്യാസി ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് സന്യാസി അവിടെ ഒരു കാഴ്ച കാണുകയുണ്ടായി. അത് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. അദ്ദേഹം അടുത്തുള്ളൊരു കല്ലിൽ കുറെ നേരം വിഷണ്ണനായിരുന്നു. രാജാവ് ഇത് കണ്ട് സന്യാസിയോട് ചോദിച്ചു, ഭിഷഗുരു, അങ്ങേക്ക് എന്തു പറ്റി? സന്യാസി പറഞ്ഞു, രാജാവേ, ഈ ഉദ്യാനം പൂർണ്ണമല്ല. രാജാവിന് അമ്പരപ്പാണ് തോന്നിയത്. ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും
ഒറ്റ സ്വരത്തിൽ സമ്മതിച്ചതാണ് ഈ ലോകത്തുള്ള ഏറ്റവും മനോഹരമായ ഉദ്യാനമാണതെന്ന്. അത്രയും വ്യത്യസ്ത തരം പക്ഷികളെയും പൂക്കളെയും കായ്കനികളെയും ഒന്നും മറ്റൊരു ഉദ്യാനത്തിലും കാണുകയില്ല. സന്യാസി പറഞ്ഞതുപോലെ തന്നെയാണ് രാജാവ് അത് നിർമ്മിച്ചതും. എന്നിട്ടും എന്തുകൊണ്ട് സന്യാസിക്ക് വിഷമമുണ്ടായി? സന്യാസി പറഞ്ഞു, ഈ ഉദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച കരിയിലകൾ തൊട്ടപ്പുറത്തായി കൂട്ടിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഉദ്യാനത്തിന് പുറത്തായി കൂട്ടിയിട്ടിരിക്കുന്നു. രാജാവ് നോക്കി, ശരിയാണ്. സന്യാസി പതിയെ നടന്നു ചെന്ന് തന്റെ മേൽമുണ്ടഴിച്ച് അതിലേക്ക് ആ കരിയിലകളെ ശേഖരിച്ചു. എന്നിട്ട് അത് രാജാവിന്റെ കാൽച്ചുവട്ടിലേക്ക് വിതറി. എന്നിട്ട് സന്യാസി പറഞ്ഞു, ഈ മരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഈ കരിയിലകൾ കൂടി ചേരുമ്പോഴല്ലേ ഈ ഉദ്യാനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഈ കരിയിലകളുടെ കൂടി സൗന്ദര്യം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ഉദ്യാനം പൂർണ്ണമാകുന്നത്. രാജാവ് സന്യാസിയെ നോക്കി. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്ന് രാജാവിന് മനസ്സിലായി. കൈകൾ കൂപ്പിക്കൊണ്ട് രാജാവ് സന്യാസിയോട് മാപ്പപേക്ഷിച്ചു. ആ സമയത്ത് അവിടെയുള്ള ഉദ്യാനപാലകർ പുറത്തു കൂട്ടിയിട്ടിരുന്ന കരിയിലകളെ ആ ഉദ്യാനത്തിലേക്ക് തിരിച്ച് പെറുക്കിയെടുത്തുകൊണ്ടിടുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഇതുപോലുള്ള കരിയിലകളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണാതെ പോകുന്ന ചില കരിയിലകളുണ്ട്. വൃദ്ധരായവർ, അവശരായവർ, അവഗണിക്കപ്പെട്ടവർ, ചുറ്റും ആരുമില്ലാത്ത വിധം ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യർ. ഈ കരിയിലകൾ കൂടി ചേരുമ്പോഴല്ലേ ഇവിടം പൂർണ്ണമാകുന്നത്. ഈ കരിയിലകൾ ഉണ്ടാകുമ്പോഴാണ് മണ്ണൊലിപ്പ് തടയുന്നത്. ഈ കരിയിലകൾ ഉണ്ടാകുമ്പോഴാണ് അത് ജീർണിച്ച് മണ്ണിൽ വളമായി തീരുന്നത്, മണ്ണൊലിപ്പ് തടയുന്നത്. അടുത്ത മഴയ്ക്കുള്ള വലിയൊരു ജലസംഭരണിയിലേക്ക് ജലത്തെ കാത്തു സൂക്ഷിച്ചു വെക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു നീരുറവയ്ക്ക് പോലും കാരണമാകുന്ന വിധം ജലത്തെ കാത്തു പരിപാലിക്കുന്നത് ഈ കരിയിലകളാണ്. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നു എന്ന് മരത്തിലുള്ള ഇലകളെ നോക്കി പഴഞ്ചൊല്ല് പറഞ്ഞു വെക്കുന്നത് പോലെ ചുറ്റുമുള്ള ഈ കരിയിലകളാണ് പൂർണ്ണതയുടെ സംഗീതം. മറന്നുപോയ ചോദ്യങ്ങളായുള്ള അന്വേഷണങ്ങളും അസഹനീയമാകുന്ന കുഴമ്പിന്റെ മണവും വേദനകളും വയ്യായികകളും പങ്കുവയ്ക്കുന്ന വിളറിപ്പോയ ചുണ്ടുകളും കാലത്തിന്റെ കനൽ തീയിൽ തേച്ചുരച്ച് മാറ്ററിഞ്ഞ ചുക്കിച്ചുളഞ്ഞ കൈകളും നമുക്കും ചേർത്ത് പിടിക്കാം. ആ വാർദ്ധക്യങ്ങളെ, ആ കരിയിലകളെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ ലോകത്തിന് അതിമനോഹരമായ ഒരു സംഗീതം ഉണ്ടാകുന്നത്. നമ്മുടെ വീടുകൾ കൂടുതൽ സുന്ദരമാകുന്നത്. ഇനി ഒരു കരിയിലയും ഈ ലോകത്ത് അവഗണിക്കപ്പെടാതിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ രാജാവിന്റെ ഉദ്യാനത്തിൽ ആ കരിയിലകൾ സൗന്ദര്യം വിതറിയതുപോലെ നമ്മുടെ ഒക്കെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുമുള്ള കരിയിലകളായി കരുതപ്പെട്ടു പോകുന്ന ഈ മനോഹരമായ സംഗീതങ്ങൾ അവിസ്മരണീയമാം വിധം ഭംഗിയുള്ളതായി തീരും. അവിസ്മരണീയമാം വിധം ഭംഗിയുള്ളതാക്കി തീർക്കും. Thank you.